എല്ലാവർക്കും ലോണുകളുണ്ടല്ലേ. ഈ ലോണില്ലാത്ത മനുഷ്യർ കുറവാണ് എന്നുള്ളതാണ് സത്യം. കാരണം മുമ്പത്തെ പോലെ ആരും ഇന്ന് കടം തരില്ല. സ്വന്തമായി ലോൺ എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ പലിശയും കൊടുത്ത് വീട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമൂലം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും കൂട്ട ആത്മഹത്യകളും നമ്മൾ സ്ഥിരം വായിക്കുന്ന വാർത്തകളാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പേരിൽ ആത്മഹത്യകൾ വരെ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ വിഷമം, അവരുടെ ജോലി നഷ്ടപ്പെട്ടു. വണ്ടിൻ്റെ ലോണിൻ്റെ ഏജന്റുമാരാണെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, വണ്ടി കൊണ്ടുപോകുമെന്ന് പറയുന്നു. അതേപോലെ തൻ്റെ പേഴ്സണൽ ലോണിൻ്റെ ആളുകൾ വിളിക്കുന്നു, വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നു. അവരെങ്കാലം വീട്ടിൽ വന്നാൽ അതിനു മുമ്പ് മരിച്ചാലോ എന്ന് ചിന്തിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഇത് അത്രയ്ക്കൊരു പ്രശ്നമാണ്. ശരിയാണ്, ലോൺ എല്ലാവർക്കുമുണ്ട്, കടമൊക്കെ എല്ലാ ആളുകൾക്കുമുണ്ട്. അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ വാങ്ങിയ പണം നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് വെച്ച് നമ്മൾ അവരുടെ ഇരയാകേണ്ട ആവശ്യമില്ല. അവരോട് തുറന്നു പറയുക, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഞാനൊരു ജോലി നോക്കുകയാണ്, പെട്ടെന്ന് തന്നെ ഇത് തരുമെന്ന ഒരു ധാരണയിൽ അവരോട് എത്താൻ നോക്കുക. അവരോട് കെഞ്ചരുത്. പലപ്പോഴും നമ്മൾ അവരോട് കൂടുതൽ താഴ്മ കാണിക്കുമ്പോൾ അവർ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും എവിടെന്നെങ്കിലും മറച്ചു തരാൻ വേണ്ടി നമ്മളെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മളതിനെ കൂളായി ഫേസ് ചെയ്യണം. ഇപ്പോൾ തരാൻ പറ്റില്ലെന്നും ഇങ്ങനെ നമ്മളൊരു ന്യായമായ രീതിയിൽ കട്ടക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശാന്തമാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ ഇതിനെ വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ള പ്രശ്നങ്ങളാണ്. വീട്ടിലേക്ക് ഒരുപക്ഷെ ലോണിൻ്റെ ആളുകൾ വരും, അവർ ചോദിക്കും. ഇതൊക്കെ അവരുടെ പണിയാണെന്നേ, അല്ലാതെ അവർ നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇതാണ് പ്രശ്നം. അടിസ്ഥാനപരമായ പ്രശ്നം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചെറുതാകുന്നു, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ്. അവരെന്തെങ്കിലും വിചാരിച്ചോണം. അവർ വിചാരിച്ചാൽ 1-2 ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. പിന്നെ അവർക്ക് വേറെ പണിയുണ്ട്. അവർ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്നവരല്ല. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും ചിന്തകളും ഉള്ള ആളുകളാണ്. അല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ച് നിൽക്കുന്ന ആളുകളല്ല. അതേപോലെ ജപ്തി വന്നാലും, ഇപ്പോൾ ഒരു വീട് നിങ്ങൾക്ക് ഒരു നിലക്കും അടക്കാൻ പറ്റുന്നില്ല, ജപ്തി വന്നാലും എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ലോകം ഇടിയാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു വാടക വീട്ടിൽ താമസിച്ചൂടെ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് നന്നായി അടച്ചു തീർക്കുക, എങ്ങനെയെങ്കിലും മറച്ചിലാക്കി തീർക്കുക എന്നല്ലാതെ ഒരു നിലക്കും കഴിയാത്തവർ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഒരു വാടക വീട്ടിൽ ഇനി നാട്ടിൽ നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പുറം നാട്ടിലേക്ക് പോകൂ. ആരെന്ത് പറഞ്ഞാലും ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ പറയും. അതിനപ്പുറം ആർക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. നമ്മളെ കാര്യം ആ സ്ത്രീ പറഞ്ഞത്, ഞാനിങ്ങനെ ലോണൊന്നും അടക്കാതിരിക്കുമ്പോൾ എൻ്റെ സിവിൽ സ്കോർ നഷ്ടമാകും. എന്താണ് ഈ സിവിൽ സ്കോർ? ഇത്ര വലിയ സംഭവമാണോ? ശരിയാണ്, നമുക്ക് ഭാവിയിൽ ലോൺ എടുക്കാൻ വേണ്ടി സിവിൽ സ്കോർ ആവശ്യമാണ്. എങ്കിലും ഇപ്പോൾ പണമില്ലാത്തതിൻ്റെ പേരിൽ മരിച്ചത് കൊണ്ട് ഇപ്പോൾ ഈ സിവിൽ സ്കോർ കൂടാനൊന്നും പോകുന്നില്ല. സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഇത്തരം എലിക്കണിയാണ്. അല്ലാതെ എന്താണ് ഈ സിവിൽ സ്കോർ? നല്ല സിവിലുള്ള ഒരാൾക്ക് കൂടുതൽ ലോൺ കൊടുക്കുന്നു എന്ന് മാത്രം, കൂടുതൽ പലിശ വാങ്ങുന്നു എന്ന് മാത്രം, അല്ലാതെ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. അവർ വെറുതെ തരുന്നുണ്ടോ? സിവിൽ സ്കോർ നോക്കിയിട്ട് ആരെങ്കിലും വെറുതെ പണം തരുന്നുണ്ടോ? ഇല്ല. കൂടുതൽ കടം തരാൻ നിങ്ങൾ അതിൽ ആ കെണിയിൽ പെടുത്താൻ വേണ്ടിയുള്ളൊരു തന്ത്രം മാത്രമാണ് ഈ സിവിൽ സ്കോർ എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമില്ല. ഇനി സിവിൽ സ്കോർ ആവശ്യമാണെങ്കിൽ തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ജോലിയൊക്കെ ആയതിനു ശേഷം നിങ്ങളുടെ കടം വീട്ടുമ്പോൾ ആ സിവിൽ സ്കോർ കൂട്ടാൻ പറ്റും. അല്ലാതെ ഇതിനൊക്കെ വലിയ സംഭവമായി നിങ്ങൾ കാണരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ജീവിതം വളരെ ചെറുതാണ്. ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകുന്ന ഈ ജീവിതം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചും നിരാശപ്പെട്ടും സമ്മർദ്ദത്തിലായിട്ടും സ്വയം രോഗികളാകരുത്. ഒരുപാട് ആളുകൾ അറ്റാക്കൊക്കെ ആയി മരിക്കുന്നത് ഇതുകൊണ്ടാണ്. ജീവിതം ഓരോ നിമിഷവും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നോക്കുക. നിങ്ങൾ റിയലായി അംഗീകരിക്കുക, കടമുള്ളതും ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉള്ളതാണെന്നും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും നിങ്ങൾ സ്വയം അംഗീകരിക്കുക. ആരെന്ത് ചിരിച്ചാലും നമുക്കെന്താ? നമുക്ക് ഒരാളുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നമ്മുടെ ശരികളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് നാളുകളിൽ മാറാം. അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ വെറുതെ സമയം കളയരുത്, വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനൊരു പ്രാവശ്യം ഫേസ്ബുക്കിൽ ഒരു ലോണിന് അപ്ലൈ ചെയ്തപ്പോൾ
ഞാൻ അറിയാതെ പെട്ടുപോയി. അത് ഫേക്ക് ലോണായിരുന്നു. ഞാൻ കൂടുതലൊന്നും ശ്രദ്ധിച്ചില്ല അത്. ആ ഫേക്ക് ലോണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കവർ വിളിക്കുകയാണ്, ഇത്ര പൈസ നിങ്ങൾ അടക്കണം, അടച്ചില്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് ഊരിയ ഫോട്ടോ ഒക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും താങ്കളെ ഞങ്ങൾ തകർത്ത് കളയുമെന്നും ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ആ ഭീഷണിയെ വകവെച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യൂ, എനിക്കൊരു വിഷയമേ അല്ലാതെ. ഈ മോർഫ് ചെയ്ത ഫോട്ടോ ഒക്കെ ആരാണ് ഇന്ന് വിശ്വസിക്കുന്നത്? ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാം, മോർഫ് ചെയ്ത ഫോട്ടോ കണ്ടാൽ അറിയാം. എൻ്റെ വ്യക്തിത്വം ആളുകൾക്കറിയാം. അതുകൊണ്ട് എനിക്കതിലൊരു പേടിയുമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ശാന്തരായി. പിന്നീട് എന്നോടൊരു കോംപ്രമൈസിന് വരികയാണ്. ഞാൻ പറഞ്ഞു, 1 രൂപ തരില്ല. കാരണം ആ ആപ്പ് ഏതോ പാകിസ്ഥാൻ്റെയോ ചൈനയുടെ ആപ്പായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആപ്പായിരുന്നു അത്. അതിൽ അങ്ങനെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കരുത്. കാരണം അത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് തകർക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന പണമാണ്. നമ്മളോട് തന്നെ പണം വാങ്ങി, നമ്മളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിട്ട് ആ പണം കൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു, രാജ്യത്തിനെതിരായ പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് നമ്മൾ പണം അയച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി പോകും. അതുകൊണ്ടാണ് ഞാൻ അയക്കാത്തത്. അതുപോലെയല്ല, RBI രജിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതിനവരോട് ഒരു കാലതാമസം പറയുക. ഫേക്ക് ആണെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. ഭയപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. കൊറോണ സമയത്തൊക്കെ എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്തത് ഈ ഫേക്ക് ലോണിന്റെ പേരിൽ, അറിയാതെ പെട്ടതിന്റെ പേരിൽ. നമ്മൾ ഇതിനൊക്കെ ഫേസ് ചെയ്യണം. അവരെന്ത് പറഞ്ഞാലും നമ്മൾ തകർക്കാൻ കഴിയില്ല. ആരെന്ത് ചർച്ച ചെയ്യാനും ഒരാഴ്ചയോ 2 ആഴ്ചയോ ചർച്ച ചെയ്യും എന്നും നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യലല്ല അവരുടെ പണി. അപ്പോൾ അതിൻ്റെ കൂളായിക്കൊണ്ട് നമ്മൾ ഭയപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു നായ നമ്മൾ പേടിച്ചോടിയാൽ അത് നമ്മളെ ഓടിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് ഒരു നായ നമ്മളെ കടിക്കാൻ വരുമ്പോൾ നമ്മൾ കട്ടക്കങ്ങ് നിന്നാൽ, അല്ലെങ്കിൽ ഒരു വടിയെടുത്താൽ അത് തിരിച്ചോടും. അതിൻ്റെ മനഃശാസ്ത്രം അതാണ്. നമ്മൾ പേടിക്കാതിരിക്കുക. നമ്മളുടെ പേടിയാണ് എല്ലാവരും അതിലെടുക്കുന്നത്, നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത്. അപ്പോൾ നേരെയുള്ള ലോണാണെങ്കിലും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത്. എല്ലാം ശരിയാകും, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാകും. എന്നും ഒരുപോലെ നിങ്ങൾ ഉണ്ടാകില്ല, എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കും. ഏത് മനുഷ്യനും അതിജീവിക്കും. നമ്മൾ ഈ ഭൂമി ലോകത്ത് വരുന്നേക്കാളും മുമ്പ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ഈ നിലയ്ക്ക് അംഗീകരിക്കുക. ആരെങ്കിലും ഫേക്ക് ലോൺ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യത്തിൽ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ ആരെങ്കിലും മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിളിക്കുക. നിങ്ങൾക്ക് ധൈര്യം തരാനും നിങ്ങൾക്ക് പിന്തുണ തരാനും എനിക്ക് കഴിയും. ഞാൻ മറ്റുള്ള പോലെയുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ദുബായിൽ ലക്ഷക്കണക്കിന് രൂപ പണമുണ്ടാക്കിയിരുന്ന PRO ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഞാനൊരിക്കലും ആത്മാഭിമാനം നോക്കിയിട്ടില്ല, ഒരു അഭിമാന പ്രശ്നമായി കണ്ടിട്ടില്ല. ഡെലിവറി ജോബ് ചെയ്തിട്ടുണ്ട്, മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. കൊറോണ സമയത്തൊക്കെ അത് മാത്രമേ ഓപ്ഷനുള്ളൂ. ഒരുപാട് ആളുകൾ ടെൻഷൻ അടിച്ച് നിരാശപ്പെട്ട് ജീവിക്കുമ്പോൾ കൊറോണ സമയത്ത് ഞാൻ മീൻ വിറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഠിച്ചിട്ടുമുണ്ട്. പഠനം എൻ്റെ ഒരു ഹോബിയായിരുന്നു. എന്നും പഠനത്തോട് വല്ലാത്തൊരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ പഠനത്തിന് ഞാനൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ പറയുന്നത്, മറ്റുള്ള ഏതൊരു സാധാരണക്കാരൻ്റെയും പ്രശ്നങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പല പ്രശ്നങ്ങളും പരിഹാരം പറഞ്ഞു തരാനും നിങ്ങളെ മാറ്റിയെടുക്കാനും എനിക്ക് കഴിയും. നിങ്ങളുടെ മക്കൾ ധാർമ്മികമായിട്ട് വളരണമെങ്കിൽ, നമുക്കറിയാം പലപ്പോഴും പല മോശം കൂട്ടുകെട്ട് കാരണം പലതിലും പെട്ടുപോകുന്ന മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ട്. നിങ്ങളെ മക്കൾ ധാർമ്മിക ബോധമുള്ളവരാകണമെങ്കിൽ, അതുപോലെ പഠനത്തിൽ മികവ് നേടണമെങ്കിൽ, അവരുടെ കഴിവ് കാണിച്ച് അവർ വലിയ പുരോഗതിയിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ അവർ മാത്രമല്ല നിങ്ങളും, നിങ്ങളുടെ പ്രായം ഒരു തടസ്സമല്ല. ഏത് പ്രായത്തിലും ഏതൊരു മനുഷ്യനും പുരോഗമിക്കാനും മാറ്റങ്ങൾ ഉണ്ടാക്കാനും വിജയങ്ങൾ ഉണ്ടാക്കാനും കഴിയുമെന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കാരണം ലോകത്ത് വിജയിച്ച ഒരുപാട് ആളുകൾ പ്രായം കവിഞ്ഞവരായിരുന്നു. ഒരു പ്രായമെത്തിയതിനു ശേഷമാണ് അവരൊക്കെ വിജയിച്ചത്, അവരൊക്കെ ജീവിതം തന്നെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക്
ഇങ്ങനെയുള്ള ഏത് ആവശ്യങ്ങൾക്കും ലൈഫ് കോച്ചിങ് ട്രെയിനിങ്ങും അതുപോലെ വ്യക്തിഗത മോട്ടിവേഷനും നിങ്ങളുടെ വീടുകളിൽ വന്ന് പലവരുടെയും വീട്ടിൽ വന്നുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓൺലൈനായി വീഡിയോ കോളിലൂടെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവസരം ഒരിക്കലും വിനിയോഗിക്കാതിരിക്കരുത്. എല്ലാ ആളുകളുടെയും നന്മയും ജീവിത വിജയവുമാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കുക എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.